കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കെ മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പോൾ പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യവുമുണ്ട്. തൃശൂർ DCCയിൽ പുതിയ അധ്യക്ഷനെ വയ്ക്കണം. ലൈസൺ കമ്മിറ്റിക്കും ചെയർമാനില്ല. ഇത് രണ്ടും അടിയന്തരമായി നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയുടെ മറ്റു നേതൃത്വത്തിലേക്ക് യുവാക്കൾ വരട്ടെ. മുനമ്പം വിഷയത്തിൽ UDFന്റെയും പാർട്ടിയുടെയും നിലപാട് വ്യക്തമാണ്. അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല. വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും കെ മുരളീധരൻ നെടുങ്കണ്ടത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 20-ൽ 18 സീറ്റും UDF ജയിച്ചു. ഇപ്പൊ ബൈ ഇലക്ഷനില് UDFന്റെ സിറ്റിംഗ് സീറ്റുകൾ നല്ല ഭൂരിപക്ഷത്തോടെ നിലനിർത്തി. LDF വിജയിച്ച ചേലക്കരയിൽ അവരുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരു ലീഡർഷിപ്പ് മാറ്റത്തിന്റെ പ്രശ്നം ഇപ്പൊ ഇല്ല, അതിന്റെ ഒരു ആവശ്യമില്ല. ഈ യുവതലമുറയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ചില ആവശ്യങ്ങൾ കേൾക്കുന്നില്ല. അല്ല, KPC പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമില്ല. യുവാക്കളെ കൊണ്ടുവരാൻ ഭാരവാഹികളുടെ ലിസ്റ്റ് ഒന്ന് പുനഃസംഘടിപ്പിച്ചാൽ മതിയല്ലോ. ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ പ്രയോറിറ്റി ചെറുപ്പക്കാർക്ക് കൊടുക്കണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യുവാക്കളെ കൊണ്ടുവരണം. ഇപ്പൊ പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ അദ്ദേഹത്തിന് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. ഇലക്ഷന് ലോക്സഭ ഇലക്ഷൻ നയിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ മത്സരിച്ച് ഭൂരിപക്ഷം കൂട്ടി അദ്ദേഹത്തിന്റെ. പിന്നെന്താ ആരോഗ്യത്തിന് കുഴപ്പമെന്താ? ഒരു കുഴപ്പമില്ല. പാർട്ടി കൊണ്ടു നടക്കാനുള്ള ആരോഗ്യമൊക്കെ നിലവിലുള്ള പ്രസിഡന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മുനമ്പം വിഷയത്തില് VD സതീശൻ പറഞ്ഞതിനെതിരായിട്ടാണ് KM ഷാജി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അല്ല, അതില് ഒരു കാര്യത്തിൽ UDFന്റെയും പാർട്ടിയുടെയും സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അവിടെ താമസിക്കുന്നവരെ ഒരു കാരണവശാലും ഒഴിപ്പിക്കാൻ പാടില്ല. വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. അതിനാണ് പറയുന്നത് വഖഫ് ബോർഡിന്റെയും അതുപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട കക്ഷികളൊക്കെ വിളിച്ച് സംസാരിച്ച് ആ കേസ് സെറ്റിൽ ചെയ്യേണ്ട ചുമതല ഗവൺമെന്റിനാണ്. പക്ഷേ അവിടെ താമസിക്കുന്നവരെ കുടിയിറക്കാൻ ഒരു കാരണവശാലും ആരും അനുവദിക്കില്ല. അക്കാര്യത്തിൽ UDFും പാർട്ടിയൊക്കെ ഒറ്റക്കെട്ടാണ്.